എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് എവിടെയാണ് യാത്ര? ഇന്ന് എവിടെയാണെന്ന് പറയത്തില്ല. വണ്ടി എങ്ങോട്ട് പോകുന്നു അങ്ങോട്ട് പോകുന്നു. നമ്മളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല കേട്ടോ. സോറി, രാവിലെ പ്ലാറ്റിനം സൺഡേ ക്ലാസ് ഉണ്ടായിരുന്നു. ക്ലാസ് കഴിഞ്ഞു. നല്ല ക്ഷീണമായിരുന്നു, കിടന്ന് കുറച്ചു നേരം ഉറങ്ങി. ഇപ്പൊ അതേ ഉറങ്ങി എഴുന്നേറ്റ്. സമയം എത്രയായി? 4:30 കഴിഞ്ഞു എന്ന് തോന്നുന്നു. ഇപ്പൊ നമ്മൾ പോവാണ്. പ്ലാനിങ് ഒന്നും ചെയ്തിട്ടില്ല, പോവാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ നല്ല മഞ്ഞ പൂക്കളുടെ പേരെന്താ? ഇത് ജമന്തി, ഒരു ടൈപ്പ് ജമന്തിയാണേ. ഞാനത് കാണിച്ചു തരാം ബാക്ക് ക്യാമറ ഇട്ട്. ഇടയത്ത് ജമന്തി പൂക്കൾ നിൽക്കുന്ന കാണാൻ എന്ത് രസമാണെന്ന് നോക്കി. നല്ല രസമുണ്ടല്ലേ? ഓക്കെ, കാട് കയറി നിൽക്കുകയാണ്. ചേട്ടനത് മുറിച്ച് കളയാൻ തുടങ്ങിയതാണ്, പക്ഷെ എൻ്റെ ഭംഗി കണ്ട് അങ്ങനെ നിർത്തിയതാണ്. അപ്പം നമുക്ക് പോവാം. നമ്മൾ പോകുന്ന വഴിക്ക് റംബൂട്ടാൻ കണ്ടു. നമുക്ക് നോക്കാം, ഇറങ്ങി നോക്കിയേട്ടാ. ഇവിടെ ഇറങ്ങാൻ പറ്റുമോ? ഇത് നോക്കട്ടെ. ഇത് വരിക്ക കൂഴയാ? സൂപ്പർ മധുരം, കൊള്ളാം, സൂപ്പർ, അടിപൊളി. 1 കിലോ റംബൂട്ടാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. 250 രൂപ കിലോ. അപ്പം നമ്മൾ വിചാരിക്കുന്ന കൊല്ലത്തേക്ക് പോകാമെന്നാണ്. കൊല്ലത്ത് നമ്മൾ തീരദേശം വഴി കൊല്ലത്ത് പോവാണ് കേട്ടോ. തീരദേശം വഴി എന്ന് പറയുമ്പോൾ ഏതാ ഏട്ടാ? ഏത്? പരവൂർ, മയ്യനാട്. മയ്യനാട് വഴി, അതായത് നമ്മൾ പരവൂർ കടല്, പിന്നെ മയ്യനാട് ആ ഭാഗത്തുള്ള കടൽ, അങ്ങനെ തീരദേശം വഴി. നമ്മൾ തീരദേശത്തെ റോഡ് കുറച്ച് മോശമാണ്. ഇപ്പൊ ഇത്തിരി റോഡ് വൃത്തിയാക്കിയെന്ന് തോന്നുന്നു അല്ലേ? ഇപ്പൊ കുറച്ച് റോഡ് ഓക്കെയാണ്. അപ്പൊ നമ്മള് അതുവഴി അങ്ങനെ നമുക്ക് കൊല്ലം ബീച്ചിൽ പോവാം. അപ്പം എല്ലാവരും ടീച്ചറമ്മയ്ക്കൊപ്പം കൊല്ലം ബീച്ചിൽ പോവാൻ വായോ, എല്ലാ മുത്തുമണികളും വായോ. ബീച്ചിലേക്ക് പോകുന്ന വഴിക്ക് പൊഴിക്കര അമ്പലം കണ്ടു. നമുക്ക് ഇവിടെ ഒന്ന് കയറിയിട്ട് പോവാം. ആമാ, ഇതിലേക്കൂടെ ഇറങ്ങാൻ പറ്റത്തില്ലേ? ഇതിലേക്കൂടെ ഇറങ്ങാടാ, വഴിക്കല്ല. ഞാൻ കണ്ണമ്മോനോട് പറഞ്ഞിടാ നമുക്ക് റീൽസ് ഷൂട്ട് ചെയ്യാം. അങ്ങനെ ഞാനും ചേട്ടനും കൂടെ ഉള്ള റീൽസൊക്കെ ഞങ്ങൾ ഷൂട്ട് ചെയ്തു. അപ്പോൾ അത് യൂട്യൂബ് ഷോർട്സിൽ അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല ചാറ്റൽ മഴയുണ്ട്. നമുക്ക് പോവാം. ഇത് പരവൂർ കായലാണ് കേട്ടോ. ഈ പാലത്തിന് പറയുന്നത് ചീപ്പ് പാലം എന്നാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാലം അത്ര നല്ലൊരു ഹെൽത്തി കണ്ടീഷനിലല്ല ഇരിക്കുന്നത്. വെള്ളം നിറഞ്ഞൊഴുവാണ്. ഒരു വണ്ടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത വണ്ടി പാസ് ചെയ്ത് പോകാനൊക്കെ വളരെ സ്പേസ് കുറവാണ്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പരവൂർ കൊല്ലം തീരദേശ റോഡിലൂടെയാണ് കേട്ടോ. ഇപ്പം കടലെത്തും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം ആരുടെയും മനം മയക്കും. അത്ര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. നമ്മുടെ വീടിനടുത്ത് ഇതുപോലെ ഒരുപാട് ബീച്ചസ് ഉണ്ട്. വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ പോയി ഇരിക്കുമ്പോൾ ഒരു വല്ലാത്ത വൈബ് തന്നെയാണ് കേട്ടോ. ശരിക്കും വണ്ടികൾ കിടക്കുന്നുണ്ട് ഇപ്പുറത്തെ സൈഡിൽ. കാര്യം ഞായറാഴ്ച ദിവസം എല്ലാവരും പുറത്തിറങ്ങും. പണ്ടത്തെ പോലെയല്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം പുറത്തു പോക്കൊക്കെ കുറവായിരുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ ഇത്രയും പോപ്പുലർ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഓൾമോസ്റ്റ് ഞായറാഴ്ച ഉച്ച കഴിയുമ്പം ഫുഡൊക്കെ കഴിഞ്ഞ് ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് പുറത്തിറങ്ങുമല്ലോ. അപ്പോൾ ഇവിടെയൊക്കെ നല്ല തിരക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഇരിക്കാനൊക്കെയുള്ള സ്പേസ് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വന്ന് ഇരുന്ന് കടലിൻ്റെ ഭംഗി ആസ്വദിക്കാനൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ട് ഇവിടെ. അപ്പോൾ വാ, നമുക്ക് കടലിലേക്ക് ഇറങ്ങാം കേട്ടോ. ഇതേ ആ കാണുന്നതാണ് പുലിമുട്ട്. ആ ഭാഗത്ത് കുറേ പാറ അടുക്കിയിട്ടേക്കുന്നുണ്ടോ? അവിടെ ഇങ്ങനെ വെള്ളം അടിച്ച് കയറും. അതിൻ്റെ മുകളിൽ കൂടെ നടക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം. വാ, അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. പിള്ളേരൊക്കെ നടന്ന് ഫുട്ബോൾ കളിക്കുന്ന കാണാം നമുക്ക്. നിങ്ങൾ കഴിഞ്ഞ സൺഡേ ട്രിപ്പ് പോയായിരുന്നോ? പോയെങ്കിൽ എവിടെയാണ് പോയെന്ന് കമൻ്റ് ഇടണേ. ഈ സൺഡേ ചേച്ചിയും ഫാമിലിയും നമുക്കിപ്പോൾ വന്നില്ല. ചേച്ചിയുടെ മോന് കാശുകുട്ടന് പനിയാണ്. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ പോയിട്ട് വായോ, ഞങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങൾ ഫാമിലിയായിട്ട് ഇറങ്ങി. എനിക്കാണെങ്കിൽ കടൽ എത്ര കണ്ടാലും മതിയാവില്ല കേട്ടോ. പണ്ടൊന്നും എനിക്ക് അങ്ങനെ യാത്ര പോകണം, കടലിൽ കളിക്കണം അങ്ങനെയൊന്നും ആഗ്രഹമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ നിമിഷത്തെയും ആസ്വദിക്കുക എന്നുള്ളതാണ്. ഇത് ഇപ്പോൾ കൊല്ലത്തൊക്കെ നല്ല തിരക്കായില്ലേ? അപ്പോൾ ആൾക്കാർ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഇപ്പം പരവൂർ, പൊഴിക്കര, മയ്യനാട് എന്നുള്ള ബീച്ച് സ്ഥലങ്ങളാണ് കേട്ടോ. വർക്കലയും നല്ല തിരക്കായി തുടങ്ങി. അപ്പോൾ ഇവിടെ ആകുമ്പോൾ നല്ല ഫ്രീ ആയിട്ട്, വലിയ റഷില്ല, കൊള്ളാം, നല്ല ബീച്ചാണ്. അപ്പം നമുക്കിനി കൊല്ലം ബീച്ചിലേക്ക് പോവാം. നമ്മുടെ മനസ്സിനെ എപ്പോഴും ശാന്തമാക്കി വെക്കുക മക്കളെ. നമ്മൾ ആവശ്യമില്ലാത്ത ടെൻഷനും സ്ട്രെസ്സും ഒക്കെ എടുത്തു പിടിക്കാതെ ലൈഫിലെ ഓരോ നിമിഷത്തെ ഇങ്ങനെ ആസ്വദിച്ച് ചെറിയ കുഞ്ഞുങ്ങളെ പോലെ ഹാപ്പി ആയിട്ടിരിക്കുക. കൊല്ലം ബീച്ചിലേക്ക് പോവാം. വാ, ഐസ്ക്രീം കുടിക്കണ്ടേ? അവിടെ ചെന്ന് കുടിക്കാന്നാ. ഐസ്ക്രീം കുടിക്കാം. കമോൺ.
മഴ ഇന്ന് കുറച്ച് അതിശക്തമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അമ്മേ ഇതാ ഇങ്ങ് വരെ വന്നു കേട്ടോ. ഏത് ഐസ്ക്രീം വേണമെന്ന് വെച്ചാൽ പറ. ഞാനും കണ്ണനും മാത്രമാണ് വാങ്ങിച്ചത്. അമലുവിന് പനിയാണ്, ചേട്ടന് വേണ്ട ഷുഗർ. നല്ല ടേസ്റ്റ് ഉണ്ട്. പലരും ചോദിക്കാറുണ്ട് ടീച്ചറമ്മ എന്താ ഡ്രൈവ് ചെയ്യാത്തതെന്ന്. ചേട്ടൻ പറയും ഞാൻ ഡ്രൈവ് ചെയ്തോളാം, നീ സ്വസ്ഥമായിട്ട് ഒരിടത്തിരിക്കാൻ, അതുകൊണ്ടാണ് ഞാൻ ഡ്രൈവ് ചെയ്യാത്ത കേട്ടോ. തീരദേശ റോഡിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് കേട്ടോ. ഇതാണ് പുലിമുട്ട് എന്ന് പറയുന്നത്. പുലിയുടെ കാലിൻ്റെ ഷേപ്പ് പോലെ ഇല്ലേ, അതുകൊണ്ടായിരിക്കാം ഇത് പുലിമുട്ട് എന്നറിയപ്പെടുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ കൊല്ലം ബീച്ചിൽ എത്തിയിരിക്കുന്നു. നമുക്ക് നേരെ ബീച്ചിലോട്ട് പോകാം. ചെറിയ ചാറ്റൽ മഴയുണ്ട് കേട്ടോ. ഇന്ന് തിരക്ക് വളരെ കുറവാട്ടോ. അതുപോലെ കടലേ കുറച്ച് റഫായിട്ടാണ് കാണുന്നത്. ഓരോ സൺഡേ ആകുമ്പോഴും ഇന്ന് എവിടെയാ പോവുക എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് കേട്ടോ. അപ്പോൾ ചിന്തിച്ചാലോട്ട് കിട്ടത്തുമില്ല. നിങ്ങൾക്ക് നല്ല നല്ല സ്ഥലങ്ങളൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയണേ. ബീച്ചിൽ വന്നാൽ നമ്മൾ ആദ്യം മേടിക്കേണ്ടത് എന്താണ്? കപ്പലണ്ടി. ഇതേ ഇങ്ങനെ വന്ന് വെള്ളം, അമ്മേ അവിടെ നിന്നവരെല്ലാം സൂപ്പറായിട്ട് നനഞ്ഞു കേട്ടോ. അയ്യോ അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്നൊരു തിര അടിച്ചാൽ കയറി അവിടെ നിന്ന് ഒരു മൊത്തം വെള്ളത്തിൽ കുളിച്ച്. തോടുള്ളത്, തോടില്ലാത്തത്, വറുത്തത്. തോട് കപ്പലണ്ടി മേടിച്ചിട്ടുണ്ട്, തോടുള്ള കപ്പലണ്ടി മേടിച്ചിട്ടുണ്ട്. ഇതാകുമ്പോൾ കുറേ സമയം ഇതിങ്ങനെ പൊട്ടിച്ചിരിക്കാം. വാ. ബീച്ചിൽ പല ഭാഗങ്ങളിലും ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികൾ ഇടാനുള്ള ബോട്ടിൽസ് വെച്ചിട്ടുണ്ട്. തോടുള്ള കപ്പലണ്ടി ആകുമ്പോഴേ ഇങ്ങനെ പൊളിച്ച് കടൽക്കാറ്റേറ്റിരുന്ന് കഴിക്കാൻ നല്ല രസമാണ്. അമലുവിന് ബജി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ബജി വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ ഐസ്ക്രീം കുടിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പം നേരം ഇരുട്ടി തുടങ്ങി. നമുക്ക് വീട്ടിൽ പോകണ്ടേ, നമുക്ക് വീട്ടിൽ പോയാലോ. അങ്ങനെ നമുക്ക് നേരെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോകട്ടോ. ബീച്ചിൽ നിന്ന് ഇപ്പൊ ചേച്ചിയുടെ വീട്ടിൽ വന്നു. ഇവിടെ ദേ നല്ല കിഴങ്ങ് പുഴുങ്ങിയത്. അതെന്തുവാ? മധുരക്കിഴങ്ങ്. പിന്നെ ഇത് പുളിയും മുളക്. പിന്നെന്താണ്? ചമ്മന്തിപ്പൊടി. ഇതല്ല സുലൈമാനി. അപ്പൊ നമ്മളത് കഴിക്കണ്ടേ. സുലൈമാനി എന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. അപ്പം നമുക്ക് ബാങ്കിലൊന്ന് പോകണം. അപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങുകയാണ്. ചേട്ടൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് ബാങ്കിലേക്ക് പോകാനായിട്ട്. നമ്മളിന്ന് ബുള്ളറ്റിലാണ് പോകുന്നത്. നമ്മുടെ പാരിപ്പള്ളി പ്രോപ്പർട്ടിയിലേക്കൊന്ന് വന്നതാണ്. കുറേ നാളായി ഇവിടെ വന്നിട്ട്. രാവിലെ ജിമ്മിലൊക്കെ പോകുന്ന കാരണം സമയം കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ ഇവിടെ നിന്ന് വന്നതാണ്. മൊത്തം കാട് പിടിച്ച് കിടക്കുകയാണ് കേട്ടോ. ഹെൽമെറ്റ് ഊരിട്ട് ഇതേ കണ്ടോ. ഇതിൽ കണ്ണുവിടാതിരിക്കാൻ ആകെ ഉള്ളതൊരു തെങ്ങാട്ടോ. ബാക്കി മൊത്തം പുല്ല് കയറി കിടക്കുകയാണ് കേട്ടോ. നമ്മൾ പരിപാടിയും തുടങ്ങാത്തതുകൊണ്ട് തന്നെ പുല്ല് കയറി അങ്ങനെ കിടക്കുന്നുണ്ട്. കീഴാർ നെല്ലി. ഇതിൻ്റെ അടിയിൽ നെല്ലിക്ക പോലത്തെ ഒരു സാധനമുണ്ട് കണ്ട. കീഴാർ നെല്ലി എന്ന് പറയും. ഇതൊരു ഔഷധമാണ്. ഇതൊന്ന് JCB കൊണ്ടൊന്ന് ക്ലീൻ ആക്കണം. നമ്മളിപ്പോൾ പരിപാടിയും തുടങ്ങുന്നില്ലെങ്കിൽ പിന്നെ നമ്മളിപ്പോൾ ഉടനെ വൃത്തിയാക്കണ്ട. വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം അല്ലേ. എൻ്റെ ആഗ്രഹം എന്താണെന്നറിയാമോ? ഇവിടെ ഒരു വലിയ വീട്. പലരും പറയേ 1,65,00,000 രൂപയുടെ കാറ് മേടിച്ചു. വീട് നമുക്ക് അതിനനുസരിച്ചുള്ള വീടല്ലല്ലോ. വീടൊക്കെ പതുക്കെ വെക്കാല്ലേ. നമ്മുടെ വില്ല പ്ലാനിങ് ഒന്നും ആയിട്ടില്ല കേട്ടോ. നമ്മൾ ഹോം സ്റ്റേ ആയിട്ടൊക്കെ തിരക്കിലായതുകൊണ്ടേ. വലിയ 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 സ്വപ്നങ്ങൾ കാണുക മക്കളെ. നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങളെല്ലാം നേടാൻ പറ്റട്ടെ. ബൈ ബൈ, ലവ് യു ആൾ.